ഒരു തുള്ളി നെയ്യോ എണ്ണയോ ഒന്നും ഒഴിക്കാതെ ഒരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഒന്ന് കാണിക്കുന്നത്. ബിരിയാണി കഴിക്കണം എന്നൊക്കെ ഉണ്ടാവും, എണ്ണയും നെയ്യൊക്കെ കാരണം കൊണ്ട് ചിലവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ചട്ടി വെച്ചിരിക്കുന്നത്. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് എണ്ണയും നെയ്യോ ഒന്നും ഒഴിക്കണില്ല. ആകെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് മീഡിയം സൈസ് 2 വലിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അത് കുരുമുളകിൻ്റെ പൊടി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊടികൾ ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ. ഇനി ബിരിയാണി ആർക്കും ധൈര്യമായിട്ട് കഴിക്കാം. ഇതിൽ എണ്ണയോ നെയ്യോ വേറുള്ളത് ഒന്നും ഒഴിക്കില്ല. കൊളസ്ട്രോളുകാർക്കും വേറെ ഏത് അസുഖക്കാർക്കും കഴിക്കാം. എണ്ണയും നെയ്യും പറ്റാത്തവർക്കും ഇതുപോലെ കഴിക്കാം. പിന്നെ അതിന് ശേഷം എനിക്ക് 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി തന്നെയാണ് കേട്ടോ. വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി. തക്കാളി നല്ലപോലെ മിക്സിയിൽ അരച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. നല്ലപോലെ തക്കാളി അരച്ച് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അടച്ചു വെക്കുമ്പോൾ തന്നെ നല്ലപോലെ അത് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റുക കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൺചട്ടിയാണ്, നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കാനും മറക്കരുത്. പിന്നെ അത് നല്ലപോലെ വഴന്ന് അതിൻ്റെയൊക്കെ വെള്ളം വറ്റിയതിന് ശേഷം 1/2 കിലോ ചിക്കനാണ്. ചിക്കൻ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്ന ചിക്കനാണ്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഇതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കുറച്ചും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ ചിക്കൻ ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 അരമുറി നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ വഴറ്റി അത് നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. പിന്നെ ഇതിലേക്ക് 2 ഗ്ലാസ് കൈമാ റൈസ് ജീരകശാല എന്നൊക്കെ പറയില്ല, അത് എടുത്തിരിക്കുന്നത്. നേരിയ അരി അതെടുത്ത് നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. ചിക്കൻ ഒന്ന് പകുതി വേവാകുന്നവരെയാണ് നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നത്. പിന്നെ അത് ചോറ് വെക്കാനുള്ള വെള്ളം അപ്പുറത്തെ അടുപ്പത്തിൽ തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചിക്കനൊക്കെ നല്ലപോലെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല കളറൊക്കെ വ്യത്യാസമായി വന്നിട്ടുണ്ട്. ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മളിട്ട മല്ലിപ്പൊടിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. നല്ലപോലെ വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ പോയിട്ട് ഈ ഇറച്ചിയിലും ഈ മസാലയിലൊക്കെ ഇതിൻ്റെ എല്ലാം പിടിക്കണം. നല്ലൊരു മണമാണ് കേട്ടത്, ഗംഭീര മണമാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മൺചട്ടിയിൽ കുക്ക് ചെയ്യണത്. പിന്നെ അതവിടെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതപ്പുറത്ത് നമ്മൾ ചോറിന് വെച്ച വെള്ളമൊന്നും തിളച്ചിട്ടുണ്ട്, അത് മൂടി വെച്ചിട്ടുണ്ട്. അത് ചിക്കനും അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു സാലഡ് ഉണ്ടാക്കണം. അതിലേക്ക് കുക്കുംബറും ക്യാരറ്റും വലിയ ഉള്ളിയും പച്ചമുളകും പാടെ നല്ല നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ മുക്കാൽ വേവായിട്ടുണ്ട്. അതിന് ശേഷം തുറന്നിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ച ചോറ് വെക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം. നമ്മൾ അരി കമ്മിയാകും തോറും വെള്ളം കൂട്ടി ഒഴിക്കണം കേട്ടോ. 1 ഗ്ലാസ് അരിയാണ് നിങ്ങൾ വെക്കണമെന്ന് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് അരിയാണ് വെക്കണമെന്ന് വെച്ചാൽ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നമ്മൾ അരി കൂടുതോറും വെള്ളം കുറവാക്കിയാൽ മതി. 1 കിലോ അരിക്ക് 4 കപ്പ് അരിക്ക് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ളതിന് 6 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി.
പിന്നെ അതാ വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം കഴുകി വെള്ളം വാരാൻ വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം. ഇത് വീഡിയോയിൽ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അത് കുട്ടികളെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത് ക്ലിയറായിട്ട് നല്ല പോലെ അവർക്ക് എടുക്കാൻ അറിയാത്ത കാരണം വീഡിയോ വന്നപ്പോഴാണ് ഇതിങ്ങനെ നോക്കുന്നത്. പിന്നെ അരിയിട്ട് നല്ലപോലെ ഇളക്കി മൂടി വെച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അരി ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് തിളപ്പിച്ചിരിക്കുന്നത്. 2 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അത് നമ്മൾ സാധാ ചട്ടിയിൽ വെച്ചിട്ട് വെള്ളം വറ്റുന്നവരെ വേവിക്കരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ അടി പിടിക്കും. പിന്നെ അതപ്പോൾ സാലഡ് എടുത്തിട്ട് നല്ലപോലെ അതിൽ ആവശ്യത്തിനുള്ള ഇതാണ് ഒഴിച്ചിരിക്കുന്നത്, വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് 1/4 വേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പൊടിക്കുള്ള വെള്ളത്തിൻ്റെ ഒരു ഇതുള്ളൂ കേട്ടോ. ഏറ്റവും ചെറിയ തീയിലല്ല, അതിന് കുറച്ച് മീഡിയത്തിലുള്ള തീയിലാണ് ഇപ്പോൾ ഇതുവരെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു കുറച്ച് നേരം ഒന്ന് വെക്കുമ്പോഴേക്കും നല്ലപോലെ വെള്ളം വറ്റി കിട്ടും. ഒന്ന് ദമ്മിടുകയാണ് കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇനി വെക്കുന്നത്. ഇതിൻ്റെ ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫുള്ള് വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ നല്ല പോലെ വെന്ത് അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി. ഒരു വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായമാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ. ഇത് എൻ്റെ അഞ്ചത്തി ഇങ്ങനെയൊക്കെയാണ് ബിരിയാണി വെക്കുക. മുളക് പൊടിയൊന്നും ഇടില്ല, പിന്നെ നെയ്യും എണ്ണയും ഒന്നും ഒരുപാട് ഉപയോഗിക്കില്ല, മസാലപ്പൊടികൾ ഒരുപാട് ഉപയോഗിക്കില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല കമാന്ന് മണക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.